ഇന്നത്തെ നമ്മുടെ ഐറ്റം തലശ്ശേരി സൽക്കാരങ്ങളിലൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാക്രോണി റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ട്, ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല സിമ്പിളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള മാക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു വലിയ പാനിൽ കുറച്ചധികം തന്നെയായിട്ട് വെള്ളം എടുത്ത് വെക്കണേ. എന്നിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് മാക്രോണിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മാക്രോണി വേവുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 400 ഗ്രാം അളവിൽ മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. മാക്രോണി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ മാക്രോണി വേവാനുള്ള ടൈം എന്ന് പറയുന്നത് ഒരു 12 ടു 13 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനും നന്നായിട്ട് വെന്തോളും. പിന്നെ ഓവർ വെന്ത് ഉടച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന മസാലയിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് മാക്രോണി മൊത്തത്തിൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10 മുതൽ 12 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കി നല്ലപോലെ വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മാക്രോണി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, കുറച്ചൊന്ന് വീർത്ത് കളറൊക്കെ മാറി മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമുക്ക് അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കണേ. അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു കൊഴുപ്പില്ലേ മക്രോണിൻ്റെ, അതൊക്കെ ഒന്ന് പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. അതവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മാക്രോണി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സെയിം പാൻ തന്നെയാണ് വെച്ചിട്ടുണ്ടായത്. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് വെച്ചാൽ മതിയേ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതാണോ ഇഷ്ടമുള്ളതിൽ ചെയ്തെടുക്കാം കേട്ടോ, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഇനിയിപ്പോൾ നമുക്ക് ചെമ്മീൻ മാക്രോണിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞളും ഉപ്പും മുളക് പൊടി മാത്രം ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മസാല റെഡിയാക്കി വെച്ചതാണ് ഒരു 5 മിനിറ്റ് മുന്നേ. ആ ഒരു ചെമ്മീനും കൂടി ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 600 ഗ്രാം അളവിൽ ചെമ്മീനായിട്ടാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ചെമ്മീനൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ആവണമെന്നില്ല, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഒരു ചെമ്മീൻ മാത്രമായിട്ട് കോരിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും ഏകദേശം ഒരു 4 പച്ചമുളക് ചെറുതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി, ഏകദേശം ഒരു 8 അല്ലിയോളം വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ മസാല ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടുന്ന പോലെ വേണ്ട. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ കിടത്തിയിട്ടാണ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്നങ്ങ് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് 3 സവാള ഇതുപോലെ നമ്മൾ കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കുമല്ലോ, ചെറുതായിട്ട് കട്ടിയിട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. എങ്കിലേ നല്ല ഒരു മസാലക്ക് കൊഴുപ്പുണ്ടാവുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നീളത്തിൽ കട്ട് ചെയ്യുന്നതിൽ ഇങ്ങനെയാണ് നല്ലത്. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് അടച്ചു വെച്ച് നല്ല സോഫ്റ്റായി കിട്ടട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ സവാള നോക്കി അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല പഴുത്ത 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം വലുപ്പമുള്ള തക്കാളിയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ. അങ്ങനെ ഇതാ തക്കാളിയൊക്കെ ഇതാ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു പൊടികളുടെ പച്ച ടേസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മാറിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനില്ല, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണിയും കൂടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഇതാ ഞാൻ എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോരായ്ക ഉണ്ടായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഗരം മസാലയാണ് ചേർത്തെടുക്കേണ്ടത്. അപ്പോൾ ഗരം മസാല എന്ന് പറയുന്നത് നമ്മൾ ഓരോ ആൾ വീട്ടിൽ പൊടിക്കുമ്പോൾ പല ഫ്ലേവറും വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒരു 3/4 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാൻ ഇത് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഈ ഒരു രീതിയിൽ നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം ലാസ്റ്റ് ഇതിലേക്ക് 1/4 കപ്പ് മുതൽ അര കപ്പിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ചെമ്മീൻ മസാല നമ്മുടെ മാക്രോണിയിലും കൂടി ഫ്ലേവറൊക്കെ പിടിച്ച് ഒന്ന് നന്നായിട്ട് ആവി വരും കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയൊന്ന് നല്ലപോലെ ഒന്ന് ആവി വന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഒരു 2-3 മിനിറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ 2-3 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാക്രോണി റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് ആവിയൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. ചെമ്മീനായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മണവും ഫ്ലേവറും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ സെർവ് ചെയ്ത് കൊടുക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ മാക്രോണി സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു മാക്രോണി ഒന്നും കുഴഞ്ഞു പോയിട്ട് ഒന്നുമില്ല കേട്ടോ. നല്ല പാകമുള്ള വേവൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് മല്ലിയിലൊക്കെ മുകളിലിട്ടിട്ട് സെർവ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലിങ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്